നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ് ഇപ്പോഴുള്ള അവരുടെ കറണ്ട് എനർജി. ഓക്കെ, 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരിപ്പോൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. പക്ഷേ ആ ഓർമ്മകളെല്ലാം അവരെ സന്തോഷിപ്പിക്കുന്നതിന് പകരം അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചീറ്റിങ് പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, തെറ്റിദ്ധാരണ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സന്തോഷമായിട്ടുണ്ടായിരുന്ന ആ നിമിഷങ്ങളെ ഓർത്തിട്ട് അവർ വല്ലാണ്ട് വിഷമിക്കുന്ന എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇത് മിററിങ് ആയിരിക്കാം, നിങ്ങൾക്കും അതുപോലെയുള്ള ഒരു ചിന്തയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. നല്ല നിമിഷങ്ങളായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്, പക്ഷേ നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്തെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഏസ് ഓഫ് കപ്പാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ നിറച്ചും സ്നേഹമാണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണെന്നാണ് അവർ പറയുന്നത്. ഒരിക്കൽ പോലും നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് അവർ തിരിച്ച് നിങ്ങൾക്ക് യാതൊന്നും തന്നെ തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സമയം അവർക്ക് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു എന്നും അത് തിരികെ നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു റീയൂണിയനുള്ള സാധ്യത ഇവിടെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ള വ്യക്തികൾക്ക് റീയൂണിയനുള്ള സാധ്യതയുണ്ടോ? 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. വിട്ടുപോയ വ്യക്തി തിരികെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങളെ സ്നേഹവും എല്ലാം ഉപേക്ഷിച്ച് അവർ പോയിരുന്ന ആ ഒരു സിറ്റുവേഷനെ അവർ അവസാനിപ്പിച്ചുകൊണ്ട് തിരികെ നിങ്ങളിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. വിഷു സ്പെഷ്യലായിട്ടുള്ള റീഡിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.